ബ്രോ എടുത്ത് വെച്ചേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് മാസമായിട്ടാണ് എടുത്തേക്കുക. സെക്കൻഡ് ഹാഫ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് മുടിയൊക്കെ ഇങ്ങനെ പൊങ്ങി രോമാഞ്ചമൊക്കെ വരും. ഗോഡ്സിലെ ഫസ്റ്റിനെ വെച്ച് നോക്കുമ്പം അത്രയ്ക്കും ഗംഭീരമായിട്ട് തന്നെ അവർ പടം ചെയ്തു വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല, സെറ്റ് സാധനം. ഒരു ഹോളിവുഡ് ഫാൻസിന് അന്ന് കാണാൻ പറ്റിയൊരു പടമാണ് തന്നെയാണ്. ഡ്യൂറേഷൻ കുറവാണ്, പക്ഷേ സിനിമ കൊള്ളാം. രണ്ടുപേരും നമ്മൾ മലയാളത്തിൽ ഒരു മൾട്ടി സ്റ്റാർ സിനിമ കണ്ട പോലെ ഇരിക്കും. അതായത് കൊള്ളാം, പടം ഏതായാലും സൂപ്പർ. പൈസ മുതലേ സെറ്റായിരുന്നു പോയി കാണാൻ പറ്റണം. അടിപൊളി. രണ്ടാമത്തെ പടം അടിപൊളി. എല്ലാവരും കൂടെ ഒരുമിച്ച് മാസം അടിപൊളി. കിടിലം ബ്രോ. 3D കിടിലം. ഇവിടുത്തെ 3D സെറ്റായിരുന്നു. പിന്നെ ഹ്യൂമൻസിന് നല്ല ഡീപ്പ് മീനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മാസ് പടമാണ്. സ്റ്റോറിയും അത്യാവശ്യം നല്ല സ്റ്റോറി ഉണ്ട് ഇതിൽ. നല്ല കിടില VFX ഒക്കെ നല്ലതാണ് ട്രൈ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോഡ്സിലെ ഫസ്റ്റിനെ വെച്ച് നോക്കുമ്പം അത്രയ്ക്കും ഗംഭീരമായിട്ട് തന്നെ അവർ പടം ചെയ്തു വെച്ചിട്ടുണ്ട്. 3D ഒക്കെ വേറെ ലെവലെന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ അത്രയ്ക്കും ഗംഭീരമായിട്ട് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ എക്സ്പീരിയൻസ് കിട്ടിയായിരുന്നു ബ്രോ. ഇത് ഈ പടം തിയേറ്ററിൽ വന്നിരുന്ന് കാണേണ്ടതാണ്. ഗ്രാഫിക്സ് ഒക്കെ ഒന്നും പറയില്ല ബ്രോ. എടുത്ത് വെച്ചേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് മാസമായിട്ടാണ് എടുത്തേക്കുക. സെക്കൻഡ് ഹാഫ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് മുടിയൊക്കെ ഇങ്ങനെ പൊങ്ങി രോമാഞ്ചമൊക്കെ വരും. അത്രയ്ക്കുള്ള സീനാണ് ഇതിനകത്ത്. ഗോഡ്സിലെ നന്നായിട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഗോഡ്സിനെ ഒരു സൈഡിൽ ഒതുക്കിയിട്ടല്ല, നല്ല രീതിയിലാണ് ഇതിനകത്ത് ഗോഡ്സിലെയും പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. കോങ്ങും അതുപോലെയാണ്. പിന്നെ അതിനകത്തൊരു മിനി കോങ് ഉണ്ട്. നമ്മൾ പ്രതീക്ഷയില്ല ഇത്രയും മാസമായിട്ടായിരിക്കും മിനി കോങ്ങിനെ കൊണ്ടുവരണേന്ന്. നൈസ് മൂവിയാണ്. എല്ലാ സെക്കൻഡ് ഹാഫ് നല്ല രോമാഞ്ച സീൻസ്. പിന്നെ കമ്പയർ ടു ഗോഡ്സിലോസ് കോങ് ഇതാണ് നൈസ്. സ്റ്റോറി ഉണ്ടായിരുന്നു. വില്ലനും നൈസായിരുന്നു. 2 വില്ലൻസ് ഉണ്ട്. കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാൻ. അല്ല, അത് ലെന്ത് കുറവാണ്. പിന്നെ ഫൈറ്റ് കൊള്ളാം. ഡ്യൂറേഷൻ കുറവാണ്, പക്ഷേ സിനിമ കൊള്ളാം. നല്ല ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ട്. ഗോഡ്സിലെ പ്രസൻസ് ഇച്ചിരി കുറവാണ്. കോങ് ഉണ്ട്. നല്ല പടമായിരുന്നു. VFX വർക്ക്സ് എല്ലാം നല്ല നല്ല മൂവിയായിരുന്നു. അതുപോലെ തന്നെ കോമ്പിനേഷൻ കിങ് കോങ്ങിൻ്റെ ഗോഡ്സിലേക്ക് നല്ല കോമ്പിനേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ മസ്റ്റ് ട്രൈ 3D എഫക്റ്റ് ഒക്കെ വന്നുകൊണ്ട് നമുക്ക് മസ്റ്റ് ട്രൈ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നല്ല പടം. നല്ലൊരു പടമാണ്. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ച് പടമാണ്. ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ സെറ്റാണ്. എന്ന് പറയുമ്പോൾ ഒരു ഹോളിവുഡ് ഫാൻസിന് അന്ന് കാണാൻ പറ്റിയൊരു പടമാണ് തന്നെയാണ് ഗോഡ്സില്ല. സിനിമ നല്ല രസമുണ്ട്. നല്ല രസം മീൻസ് അവർ ഈ ഗോഡ്സില്ല കോങ് രണ്ടുപേരും നമ്മൾ മലയാളത്തിൽ ഒരു മൾട്ടി സ്റ്റാർ സിനിമ കണ്ട പോലെ ഇരിക്കും. അതായത് മോഹൻലാലും മമ്മൂട്ടിയും രണ്ട് ചേരി നിന്നിട്ട് ഒരുമിച്ചായിട്ട് ഒരു ശത്രുവിനെതിരെ പോരാടുന്നില്ല. അതാണ് സിനിമയുടെ കോർത്തി. പിന്നെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ട്രെയിലറിലും ടീസറിലും അല്ലെങ്കിൽ യൂട്യൂബിൽ TV സ്പോട്ടിൽ കണ്ടതൊക്കെ തന്നെയാണ്. മീൻസ് അങ്ങനെ ഭയങ്കരമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സിനിമയിലുള്ളതെന്നൊക്കെ മനസ്സിലാവും. ആരാണ് പൊതുശത്രു, ആർക്കെതിരെയാണ് ഇവർ ഫൈറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഭീകര സസ്പെൻസും അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഒരു 2 മണിക്കൂറിന് താഴെ നമുക്ക് നല്ല രസമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പടം 3D